ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളോട് നിന്നുള്ള ഏറ്റവും പുതിയ ഡിസൈറാണ്. ഡിസൈറിൻ്റെ വിശേഷങ്ങളിലോട്ടാണ്. കുറേ പ്രത്യേകതയോടെയാണ് പുതിയ ഡിസൈർ വന്നേക്കുന്നത്. ഫസ്റ്റായിട്ട് എടുത്ത് പറയേണ്ട സേഫ്റ്റിയിൽ 5 സ്റ്റാർ ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം എല്ലാ ഓപ്ഷനിലും വണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൺറൂഫും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈനിലോട്ട് വരാം. മെയിനായിട്ട് എടുത്ത് പറയേണ്ട വണ്ടിയുടെ കാണുന്നതുമായി ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന വണ്ടിയുടെ ലുക്കാണ്. പക്ക എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി വന്നേക്കുന്നത്. നല്ല മനോഹരമായിട്ടാണ് മാരി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഏറ്റവും എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഹെഡ്ലൈറ്റ് LED ആണ്. 6 LED ബൾബായിട്ടാണ് വരുന്നത്. ഇതിന് മാരി പറഞ്ഞാൽ ക്രിസ്റ്റൽ LED ലൈറ്റ് എന്നാണ് പറഞ്ഞത്. പക്ക മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ വരുന്ന DRലും പക്ക ചേരുന്ന രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. നല്ല ഒന്നാമതായിട്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ വരുന്ന ഫോഗ് ലാമ്പ് LED വരുന്നത്. അത് നല്ല വണ്ടിക്ക് അതിൻ്റെ സൈഡിൽ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതും പക്കയായിട്ട് വണ്ടിക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണ്. അടുത്ത ഏറ്റവും എടുത്തു പറയുന്ന വണ്ടിയുടെ ഗ്രില്ലാണ്. ഫസ്റ്റ് സുസ്കി എന്ന് പറയുന്നൊരു എംബ്ലം വരുന്നുണ്ട്. അതിന് താഴെ പിയാനോ ബ്ലാക്ക് കളർ ഒരു ഗ്രില്ലിൻ്റെ ഒരു മേൽഭാഗം വരുന്നത്. അത് നല്ല മനോഹരമായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വലിയ ഗ്രില്ലാണ്. നമ്മളൊരു പ്രീമിയം കുറച്ച് വണ്ടികളുമായിട്ട് പുതിയ കമ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. വണ്ടി ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഒരു രക്ഷയില്ല, നല്ല മനോഹരമായിട്ടാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് സൈഡ് വീലോട്ട് വരാം. അതുപോലെ ഒരു കാര്യം വിട്ടുപോയാൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു ചെറിയ ക്യാമറയും വരുന്നുണ്ട്. അത് 360 ക്യാമറ ആയതുകൊണ്ടാണ്. അടുത്ത നമ്മൾ സൈഡിലോട്ട് വരുമ്പം അടുത്ത നമ്മൾ ടയറാണ്. ടയറിൻ്റെ സൈസ് വരുന്നത് 185, 65, 15 അതുപോലെ ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വരുന്നത്. അടുത്ത എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 163 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനി സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ നമ്മൾ പക്കയായിട്ട് ആണ് ബൾജിങ്ങും കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് ഈ ക്രോം ഡിസൈൻ ഈ വണ്ടിക്ക് ഒരു പ്രീമിയം ടച്ച് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മിറർ ക്യാമറയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡാണ് മിറർ വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് വണ്ടിയുടെ ഡോർ ഹാൻഡിൽ. അത് വണ്ടിയുടെ ബോഡി കളറെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലെ ഡോർ റിക്വസ്റ്റ് സ്വിച്ചും ഉണ്ട്. അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കീ കയ്യിരുന്നാൽ മതി, നമുക്ക് പ്രസ് ചെയ്താൽ ഡോർ ഓപ്പൺ ആവും. അതുപോലെ തന്നെ ബാക്കിലോട്ട് ഒരു ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് നമ്മളെ ഷാർപ്പിൻ ആൻറ്റിന വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തോട്ട് വരുമ്പോൾ ഡീഫോഗർ അവൈലബിൾ ആണ്. ഗ്ലാസ്സിൽ ബൈക്ക് ഗ്ലാസ്സിലോട്ട് വരുമ്പോൾ ഡീഫോഗർ അവൈലബിൾ ആണ്. നമുക്ക് മഴയത്തും കാര്യങ്ങളൊക്കെ നല്ല ഉപകാരപ്രദമായ ഒന്നാണ്. അതുപോലെ നമ്മുടെ ഡിസൈർ ഏറ്റവും എടുത്ത് പറയേണ്ട ഒന്നാണ് നമ്മളെ ഇൻറ്റിഗ്രേറ്റ് ആയിട്ട് വരുന്ന നമ്മളെ സ്പോയിലർ. വണ്ടിക്ക് നല്ല മനോഹരമായിട്ട് അത് ചേരുന്നുണ്ട്. വരുന്നത് നമുക്കൊരു പിയാനോ ബ്ലാക്കിൽ ഒരു ക്രോം ഇൻസേർട്ട് വരുന്നുണ്ട്. അത് 2 ടെയിൽ ലാമ്പിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ബാക്കിലോട്ട് വരുന്നത് നമുക്കൊരു LED ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇതിന് പറയുന്നത് 3D ട്രിനിറ്റി ബ്രേക്ക് ലൈറ്റ് എന്നാണ് പറയുന്നത്. ബാക്കിലോട്ട് വരുമ്പോൾ ഒരു ലിപ് ഷേപ്പിലാണ് ബമ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി നമുക്ക് സെൻസറും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ക്യാമറ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒന്നാണ് നമ്മളെ കീയെ തന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റും. ഇതാണ് വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. ബൂട്ട് സ്പേസ് വരുന്നത് 382. അതുപോലെ സ്പെയർ വീൽ ഇതിൻ്റെ താഴെയാണ് വരുന്നത്. ഇതാണ് സ്പെയർ വീൽ വരുന്നത്. സ്പെയർ വീൽ നമുക്കാണെങ്കിൽ 16, ഇത് സൈസ് 14 വരുന്നുള്ളൂ. അതായത് നമുക്ക് ഒത്തിരി ദൂരം ഓടിക്കാൻ പെർമിഷൻ ഇല്ല. നമ്മളടുത്ത പഞ്ചർ കട വരെയൊക്കെ ഉദ്ദേശിക്കുന്നത്. മാക്സിമം സ്പീഡ് 80 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൈ സപ്പോർട്ട് അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ ബാക്കിലോട്ട് നമുക്കൊരു തംബ്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലോട്ട് AC വെന്റും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ഫോൺ വെക്കാനുള്ള ഒരു സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സീറ്റ് ബെൽറ്റ് ആണെങ്കിലും 3 സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം ബാക്കി സ്പേസ്. സൈഡ് ഡോറിലോട്ട് വരുമ്പോൾ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഈ വണ്ടി ഡ്യുവൽ ടോൺ കളറിലാണ് വന്നേക്കുന്നത്. അത് നന്നായിട്ട് വണ്ടിക്ക് ചേരുന്നുമുണ്ട്, ഇന്റീരിയലും കാര്യങ്ങളും എല്ലാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ക എന്താ പറയുക, നല്ല പക്ക മനോഹരമായിട്ട് തന്നെയാണ് സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഓളിംഗ് കൺട്രോൾ, പ്ലേ, ക്രൂസ് കൺട്രോൾ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ ഫ്രണ്ടോട്ട് വരുമ്പോൾ 9 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത്. അതായത് തന്നെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ടയർ മോണിറ്റൈസേഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൻഡ്രോയിഡോട്ടോ എല്ലാ കാര്യങ്ങളും കണക്ടിവിറ്റി ഫീച്ചറും ഉണ്ട്. പിന്നെ ഏത് AC വെന്റ് ലൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ താഴത്തോട്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ലൈവ് കൺട്രോൾ ആണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമുക്കൊരു നല്ല കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ക്ഷീണോ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് 2 USB കണക്ടറും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ ഇവിടെ ചാർജിങ്ങും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ മീറ്റർ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. മീറ്റർ കൺട്രോളും കാര്യങ്ങളൊക്കെ പക്ക മനോഹരമായിട്ട് തന്നെയാണ് വന്നത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് അറിയാൻ പറ്റുന്നുണ്ട്.
അതുപോലെ സൈഡിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് സൈഡ് ഇതാണ് പുഷ് ബട്ടണും കാര്യങ്ങളെല്ലാം നമുക്ക് സൈഡിലാണ് വരുന്നത്. അതുപോലെ പിന്നെ ഇവിടെയാണ് നമുക്ക് വരുന്ന മെയിനായിട്ട് അൺലോക്ക് സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 4 പവർ വിൻഡോയുടെയും സ്വിച്ചും കാര്യങ്ങളാണ് വന്നത്. അതുപോലെ നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടതാണ്, ഇന്ത്യയിൽ വരുന്ന ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. അതുപോലെ ഒരു ബ്ലാക്കിൻ്റെയും ബേജിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. അതുപോലെ തന്നെ നടുക്കായിട്ട് നമുക്കൊരു വുഡ് ഫിനിഷ് പോലെ ലൈനും കാണാം. അതും വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പക്ഷേ വണ്ടിക്ക് അത് നല്ലൊരു ആംബിയൻസ് ആണ് തരുന്നത്. അടുത്ത നമ്മൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. വണ്ടിയുടെ ഇന്റീരിയലും കാര്യങ്ങളെല്ലാം പക്കയാണ്, ഒന്നും പറയാനില്ല, പക്ക ആംബിയൻസും കാര്യങ്ങളാണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് AC വരുന്നത്. വണ്ടി വരുന്നത് 1200 cc ആണ് വരുന്നത്. 1200 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. വണ്ടി അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയുന്ന വണ്ടിയുടെ എഞ്ചിനാണ് പക്ക റിഫൈൻഡ് എഞ്ചിനാണ്. ഒരു അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക സൈലന്റ് ആണ്. അതായത് നമ്മളിപ്പം എന്താ പറയുക, ഒരു ചെറിയ പാച്ചൊക്കെ ഉള്ള റോട്ടിൽ കൂടെ പോകുന്നത്, എന്നാലും നമുക്ക് അകത്തൊരു അനക്കം പോലും അറിയാനില്ല. അതുപോലെ യാത്രാസുഖമാണ്. പിന്നെ പവറും കാര്യങ്ങളും എല്ലാം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഉണ്ട്. ഓടിച്ചിട്ടൊക്കെ അത്യാവശ്യം പെട്ടി പക്ക സ്മൂത്താണ്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഈ ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം ആണ്. നമുക്ക് പക്ക ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, ടയറിന്റെ പ്രഷറും കാര്യങ്ങളും എല്ലാം വണ്ടിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മളെ മീറ്റർ ആണെങ്കിലും അത്യാവശ്യം നല്ല മീറ്ററും കാര്യങ്ങളുമാണ്. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും പക്ക ഒരു എന്താ പറയുക, മാരുതിയുടെ തനത് സ്റ്റിയറിംഗ് തന്നെയാണ്. അതായത് സ്വിഫ്റ്റിലൊക്കെ വന്ന സെയിം സ്റ്റിയറിംഗ് തന്നെ. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക, പക്ക യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ പുതിയ സ്വിഫ്റ്റ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് വണ്ടി വരുന്നത് 360 ക്യാമറ. നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായ ഒന്നാണ്. അതുപോലെ 6 എയർ ബാഗ് ഒക്കെ സേഫ്റ്റി വരുന്നതുകൊണ്ട് തന്നെ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം പക്കയാണ് വണ്ടിയിൽ. സേഫ്റ്റിയിലും നമുക്കൊരു ഡൗട്ടിന്റെ പോലും ആവശ്യമില്ല. പിന്നെ വണ്ടി ആരോടിച്ചാലും ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആർക്കാണ് നമുക്ക് വിശ്വസിച്ച് സജസ്റ്റ് ചെയ്യാവുന്നൊരു വണ്ടിയാണ്. പിന്നെ മൈലേജ് ആണെങ്കിലും 24.79 കമ്പനി പറയുന്നത്. നമുക്കിന്ന് വീഡിയോ എടുക്കാൻ വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഇൻഡസ് മോട്ടറിലെ ദീപേഷേട്ടനാണ്. ദീപേഷേട്ടൻ്റെ നമ്പറും കാര്യങ്ങളും വീഡിയോയ്ക്കടി ഞാൻ മെൻഷൻ ചെയ്തേക്കാം. കാരണം വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലും ബുക്കിങ്ങോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ദീപേഷേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി.